ഗൈസ്, ഞാൻ ദുബായ് വരുന്നതിന് മുമ്പേ ഹൈദരാബാദ് യാത്ര പോയായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇനി എൻ്റെ വ്ളോഗിൽ. ഉച്ചയപ്പോഴാണ് എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെന്നു. അവിടെ നിന്ന് നേരെ ആലുവയ്ക്കുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിൽ കയറി ഞാൻ ആലുവയിൽ ഇറങ്ങി. അവിടെ നേരെ ഷട്ടിൽ ബസ് ഉണ്ടായിരുന്നു നമ്മുടെ എയർപോർട്ടിലോട്ട്. ഞാനൊരു 2 മണിക്കൂർ മുന്നെയാണ് എയർപോർട്ടിൽ വന്ന് കയറിയത്. ക്രെഡിറ്റ് കാർഡ് പിന്നെ ആവശ്യത്തിന് നല്ലപോലെ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണെന്നറിയത്തില്ല, SBIയിൽ ലോഞ്ച് ആക്സസ് ഫ്രീ ആയിട്ട് തന്നായിരുന്നു. 1 രൂപ എടുത്തിട്ട് ഞാൻ ഈ ലോഞ്ച് ആക്സസ് കയറി അങ്ങ് സുഖിച്ച് അവിടെ നിന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്നതിൻ്റെ എണ്ണം എടുത്തിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ എൻ്റെ ഫ്ലൈറ്റിലോട്ട്. ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യമേ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ കൂളായിരുന്നു. പിന്നെ സൈഡ് സീറ്റ് എന്തോ കനിഞ്ഞ് കിട്ടിയെങ്കിലും ഈ ചിറകുള്ളതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ കാണാനും പറ്റുന്നില്ല, രാത്രിയായി ഗൈസ്. പിന്നെ പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തതും കൊണ്ടും ഞാൻ നേരെ ഫ്ലൈറ്റിൽ കിടന്നുറങ്ങി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ ഹൈദരാബാദ് എത്തി. എൻ്റെ ബ്രദറിനെ വിളിച്ചപ്പോൾ തന്നെ എയർപോർട്ടിൻ്റെ വാതിക്കൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ അവനെ തപ്പി കുറച്ച് നേരം അലഞ്ഞ് തിരിഞ്ഞിട്ട് അവനെ കണ്ടുപിടിച്ചപ്പോഴാണ് പറഞ്ഞത് എന്നെ കാത്ത് എൻ്റെ ഫ്രണ്ടും കൂടെ നിൽപ്പുണ്ടെന്ന്. അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വൈഷ്ണവ്, ഇതെൻ്റെ ബ്രദർ സമ്പത്ത്. അവൻ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് കാർ പാർക്കിംഗ് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവനെന്തപ്പോൾ ഞങ്ങൾ കാർ പാർക്കിങ്ങിൽ പോയി. ലാസ്റ്റ് ഞങ്ങളുടെ വണ്ടിയും കണ്ടുപിടിച്ചു, അവനെയും കണ്ടുപിടിച്ചു. ലാസ്റ്റ് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നേരെ അങ്ങ് ഇറങ്ങി. പിന്നെ പറയണ്ടല്ലോ ഗൈസ്, വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയ നേരെ ഫുഡ് സ്പോട്ടിലോട്ടായിരിക്കില്ല, ഹൈദരാബാദ് ബിരിയാണി തന്നെ തിന്നണമെന്ന് പറഞ്ഞാണ് ഞാൻ രാവിലെ ഇറങ്ങിയത്. എത്തിയപ്പോൾ രാത്രിയായി ഗൈസ്. അതുകൊണ്ട് ഹൈദരാബാദ് ബിരിയാണി കിട്ടിയില്ലെങ്കിലും ഹൈദരാബാദി മന്തി കിട്ടി ഗൈസ്. മന്തി കൊണ്ട് വെച്ചപ്പോൾ തന്നെ ഞാൻ ചെസ് പീസ് അടിച്ച് മാറ്റി. ചെസ് പീസ് നമ്മുടെ വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ മന്തിയും കഴിച്ചു. പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടത് ഒരു സാഫ്രോൺ ടീ എന്ന് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സാഫ്രോൺ ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ച് നേരെ ഒരു സാഫ്രോൺ ചായയും മേടിച്ചു. അവിടെ നിന്ന് തന്നെ സാഫ്രോൺ ചായയും കുടിച്ചു. അവിടെ നേരെ റൂമിൽ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം.